നമസ്കാരം. എല്ലാ NTV പ്രേക്ഷകർക്കും നിങ്ങളുടെ ഇന്ന് എന്ന പ്രോഗ്രാമിലേക്ക് സുസ്വാഗതം. ഇന്ന് 2025 ഏപ്രിൽ മാസം 22-ാം തീയതി 1200-ാം ആണ്ട് മേടമാസം 9-ാം തീയതി ചൊവ്വാഴ്ച. ഇന്നത്തെ നക്ഷത്രം തിരുവോണ നക്ഷത്രമാണ്. തിരുവോണ നക്ഷത്രത്തിലാണ് ഇന്നത്തെ ഉദയ നക്ഷത്രം വന്നിരിക്കുന്നത്. തിരുവോണ നക്ഷത്രം പൊതുവേ ശുഭനക്ഷത്രമാണ് എങ്കിലും ചൊവ്വാഴ്ച അത്ര കണ്ട് ശുഭദിനമല്ല. പലതരത്തിലുള്ള തടസ്സങ്ങളും പ്രശ്നങ്ങളും അസ്വസ്ഥതയും ടെൻഷനും ഒക്കെ ഉണ്ടാകുന്ന ദിവസമാണിന്ന്. അപ്പോൾ ഇന്നത്തെ ദിവസം നമ്മൾ ഓരോ കാര്യത്തിന് ചെയ്യുമ്പോൾ ഇന്ന് ചൊവ്വാഴ്ചയാണ്, ഇന്നത്തെ ദിവസം നല്ലതല്ല, എനിക്കത്ര കണ്ട് ശുഭപ്രദമായ ദിവസമല്ല എന്ന് കണ്ട് തന്നെ രാവിലെ വീട്ടിൽ നിന്ന് തിരിക്കണം. എന്ന് വെച്ച് രാവിലെ ഉറക്കത്തിൽ നിന്ന് വിളിച്ചു നിർത്തി 6 മണിക്ക് ഈ വീഡിയോ കേൾപ്പിക്കുന്നത് നിങ്ങളെ വിഷമിപ്പിക്കാനോ നിങ്ങൾക്ക് അസ്വസ്ഥത ഉണ്ടാക്കാനോ അല്ല. നിങ്ങളിത് അറിഞ്ഞിട്ട് പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കാൻ പറ്റും. താൻ പാതി ദൈവം പാതി, പകുതിയെ നമുക്ക് അനുഭവിക്കേണ്ടി വരത്തുള്ളൂ. അപ്പോൾ നമുക്ക് പല കാര്യങ്ങളും നമുക്ക് മാറ്റി വയ്ക്കാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ഇന്നത്തെ ദിവസം അത്ര നല്ലതല്ല. അതുകൊണ്ട് മേലുദ്യോഗസ്ഥരോട് സംസാരിക്കുമ്പോഴും ഓഫീസിലാണെങ്കിൽ ചെയ്യുമ്പോഴും ഓരോ ജോലികൾ ചെയ്യുന്നതും ഡ്രൈവ് ചെയ്യുമ്പോഴും ഒക്കെ വളരെ ശ്രദ്ധാലുവായിട്ട് പോയാൽ നമുക്ക് ഈ ദോഷങ്ങളിൽ നിന്ന് അതിജീവിച്ച് പോകാൻ സാധിക്കും. അതുപോലെ ഇന്ന് ബർത്ത്ഡേ വന്നിട്ടുള്ളവർ ഒരു വർഷത്തെ ഫലത്തെയാണ് ചിന്തിക്കുന്നത്. വാർഷിക ഫലമാണ് ബർത്ത്ഡേ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ ചൊവ്വാഴ്ച തിരുവോണ നക്ഷത്രം വന്നിട്ടുണ്ട്, ചൊവ്വാഴ്ചയാണ് വന്നിരിക്കുന്നത്. അതുകൊണ്ട് ഒരു വർഷത്തെ ഫലത്തെ ചിന്തിക്കുമ്പോൾ വളരെ സൂക്ഷിക്കണം. ഈ ഒരു വർഷക്കാലം സാമ്പത്തിക നഷ്ടം ഉണ്ടാവും, അതുപോലെ ആക്സിഡൻ്റ് ഉണ്ടാവാം, സർജറിക്ക് വിധേയമാവാം, കേസ് വഴക്കുകൾ വരാം. ഇങ്ങനെ പലതരത്തിലുള്ള ദുർനിമിത്തങ്ങൾക്ക് ഇടവരുന്ന വർഷമാണ്. അപ്പോൾ ഇതൊക്കെ ഉണ്ടാവാം. എല്ലാവർക്കും അങ്ങനെ വരണമെന്നൊന്നുമില്ല. കാരണം ചിലർക്ക് ഗ്രഹങ്ങൾ അത്ര സപ്പോർട്ട് ചെയ്ത് നിൽക്കുന്ന സമയമാണെങ്കിൽ ഒന്നും വരത്തില്ല. ഇതൊക്കെ വരും എന്നൊക്കെ പറഞ്ഞാലും നമ്മൾ അതിജീവിച്ച് കൊണ്ടുപോകും. ഗ്രഹങ്ങൾക്ക് അത്രയ്ക്ക് ശക്തിയുണ്ട്. പക്ഷേ എങ്കിലും നമുക്ക് ചെറിയ ചെറിയ പണികളെങ്കിലും വരാൻ സാധ്യതയുള്ളതുകൊണ്ട് അതൊന്നും വരാതിരിക്കാൻ വേണ്ടിയിട്ട് എന്ത് ചെയ്യണം? മുരുക ക്ഷേത്രത്തിലെ ചൊവ്വാഴ്ച ഭസ്മാഭിഷേകം, പഞ്ചാമൃത അഭിഷേകം, അർച്ചന ഇവ നടത്തണം. ശ്രീമുരുക യന്ത്രം ശരിക്ക് മഹാമൃത്യുഞ്ജയ യന്ത്രവുമായി ചേർത്ത് ത്യാഗരക്ഷ ധരിക്കണം. ശിവക്ഷേത്രത്തിലെ മൃത്യുഞ്ജയ ഹോമവും ജലധാരയും നടത്തണം. ഇതൊക്കെ ചെയ്തു പോകുമ്പോൾ ദോഷത്തിൻ്റെ 50% മാറും. 50% മാറുക എന്ന് പറഞ്ഞാൽ നല്ല റിസൾട്ട് വരും. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോഴും രാവുകാല സമയം നോക്കി പോകണം. 3 മണി മുതൽ 4:30 മണി വരെ എന്ന് കലണ്ടറിൽ രാവുകാലം രേഖപ്പെടുത്തിയിട്ടുണ്ടെങ്കിലും രാവുകാല സമയം 3 മണിക്കല്ല. 3 മണി 27 മിനിറ്റിന് തുടങ്ങിയുള്ളൂ. 5 മണി വരെ രാവുകാല സമയമുണ്ട്. യാത്രയ്ക്ക് ശുഭയാത്രയ്ക്കൊന്നും രാവുകാലം എടുക്കരുത്. അതുപോലെ ഗുളികകാല സമയവും യമകണ്ഠ കാല സമയവും വളരെ ശ്രദ്ധിച്ച് കൊണ്ടുപോകണം. ഗുളികകാല സമയം 12:23 തൊട്ട് 1 മണി 55 മിനിറ്റ് വരെയും യമകണ്ഠ കാല സമയം വരുന്നത് 9:19 തൊട്ട് 10:51 വരെയും. ഈ സമയം ഒരു ശുഭകാര്യങ്ങൾക്കും എടുക്കരുത്. കാരണം പ്രകൃതി തന്നെ, പ്രപഞ്ചം തന്നെ ഈ ഗുളികനെ യമകണ്ഠനുമായിട്ട് അനുവദിച്ച് കൊടുത്തിരിക്കുന്ന സമയമാണ്. ഇല്ല ഇന്ന് ഓരോ കാര്യങ്ങൾ ചെയ്തേ തീരുള്ളൂ എന്ന അവസ്ഥ വരികയാണെങ്കിൽ നമുക്ക് അഭിജിത്ത് മുഹൂർത്തത്തെ ആശ്രയിക്കാം. 11 മണി 59 മിനിറ്റ് തൊട്ട് 12 മണി 47 മിനിറ്റ് വരെയാണ് അഭിജിത്ത് മുഹൂർത്തത്തിൻ്റെ സമയം. ഈ സമയം നമുക്ക് ശുഭകാര്യങ്ങൾക്ക് എടുക്കാം. അതുപോലെ ഇന്ന് ഓരോ കാര്യത്തിന് ഇറങ്ങുമ്പോൾ വസ്ത്രധാരണത്തിന് ശ്രദ്ധിക്കുക. ചുവന്ന വസ്ത്രധാരണം, ചുവന്ന കളറോ റെഡ് മിക്സ് ആയിട്ടുള്ളതോ ആയിട്ടുള്ള വസ്ത്രം ധരിക്കുന്നത് ഭാഗ്യദായകമായി തീരും. അപ്പോൾ ഇന്നത്തെ ദിവസം എല്ലാ നക്ഷത്രക്കാർക്കും ചൊവ്വാഴ്ചയാണ്, അത്ര നല്ല ദിവസമല്ല എന്ന് ഞാൻ പറഞ്ഞെങ്കിൽ പോലും എല്ലാവർക്കും ഈശ്വര കാരുണ്യത്താൽ നല്ലത് വരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.